Hello everyone, welcome to Tikaro's Digital Academy. So today let's talk about influencer marketing. So what is influencer marketing? Influencer marketing എന്ന് പറയുന്നത് a kind of collaboration with individuals, അതായത് സോഷ്യൽ മീഡിയാസിൽ ഹൈലി എൻഗേജ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അത് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്നവരാവാം. അങ്ങനെ ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നമുക്കിപ്പോൾ കാണാൻ പറ്റാറുണ്ട്. സോ അവരായിട്ട് ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ കൊളാബറേഷൻ ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി റെലവൻസ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്: ഒതൻസിറ്റി, എൻഗേജ്മെൻറ്റ് ആൻഡ് റീച്ച്. ഒതൻസിറ്റി എന്ന് പറയുമ്പം നമുക്ക് ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റൊക്കെ അങ്ങനെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന കോണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, ട്രസ്റ്റ് വേർത്തി ആയിട്ട് കോണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവും. സോ അത് നമ്മളെപ്പോഴും ആ ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ നമ്മുടെ പ്രോഡക്ട്സോ ബ്രാൻഡോ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എത്താൻ ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എൻഗേജ്മെൻ്റ് ആണ്. നോർമലി ഉള്ള ആളുകളെക്കാട്ടിലും ഈ ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ഫോളോവേഴ്സായിട്ട് ഹൈലി എൻഗേജ്ഡ് ആയിരിക്കും. ഇവർ കുറച്ചും കൂടിയും കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരുപാട് രീതിയിലുള്ള എൻഗേജ്മെൻറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ത്രൂ റീൽ, ത്രൂ പോസ്റ്റ്, ത്രൂ സ്റ്റോറീസ്, അങ്ങനെയൊക്കെയുള്ള എൻഗേജ്മെൻറ്റ് അവർ ചെയ്യാറുണ്ട്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി റീച്ച്. റീച്ച് എന്ന് പറയുമ്പോൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിനെക്കാട്ടിലും കൂടുതൽ റീച്ചും കാര്യങ്ങളും നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒന്നുകൂടി ഒരു എൻഗേജ്ഡ് ആണ് വിത്ത് ദെയർ ഓഡിയൻസ് ആൻഡ് അവരുടെ കോണ്ടൻറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ ഓഡിയൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസ് അവിടെ വരുന്നതും. ആൻഡ് ഹൈലി റീച്ചബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കും അവർക്ക് കാണാൻ പറ്റുന്നതും. സോ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആണുള്ളത്: മെഗാ ഇൻഫ്ലുവൻസേഴ്സ്, മാക്രോ ഇൻഫ്ലുവൻസേഴ്സ്, മൈക്രോ ഇൻഫ്ലുവൻസ്. ഈ മെഗാ ഇൻഫ്ലുവൻസേഴ്സിൽ നമ്മൾ ഈ സെലിബ്രിറ്റീസും ലൈക്ക് ഹൈലി മില്യൺസ് ഓഫ് ഫോളോവേഴ്സൊക്കെ ഉള്ളവരാണ് നമുക്കതിൽ കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആക്ടേഴ്സ്, അധിക ആക്ടേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ് റൊണാൾഡോ, അവരൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. സോ ടോക്കിംഗ് അബൌട്ട് മാക്രോ ഇൻഫ്ലുവൻസേഴ്സ്, അവർക്ക് മില്യൺസ് ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവരൊരു സ്പെസിഫിക് നീഷയിൽ ഉള്ള കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും, ബട്ട് ഹൈലി ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ആയിരിക്കും. പിന്നുള്ളതാണ് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്. ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര ട്രസ്റ്റ് വേർത്തി ആയിരിക്കും. കുറച്ച് ഫോളോവേഴ്സ് അവർക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഉള്ള ഫോളോവേഴ്സ് പക്കായിരിക്കും, ജെനുവൻ ഫോളോവേഴ്സ് ആയിരിക്കും, കുറച്ചുകൂടി ട്രസ്റ്റ് വേർത്തി ആയിരിക്കും. ആൻഡ് ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പം, ഫോർ എക്സാമ്പിൾ മൈക്രോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് ടാഗ് ഭയങ്കര കുറവായിരിക്കും. ചെറിയൊരു പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ കൊളാബറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മാക്രോ ആൻഡ് മെഗാ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുമ്പോൾ ഹൈലി ഉള്ളൊരു പ്രൈസ് ടാഗ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. സോ നിങ്ങൾ പുതുതായിട്ടൊരു ബിസിനസ്സിലേക്ക് വരുന്ന ആളാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യു മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്. കാരണം കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് നല്ലൊരു ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. നിങ്ങളെ ക്യാമ്പയിൻ ചൂസ് ചെയ്യുമ്പോൾ അത് എന്തിനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എയിം എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. നിങ്ങൾക്ക് ലീഡ് ജനറേഷൻ ആണോ അല്ലെങ്കിൽ ബ്രാൻഡ് അവെയർനെസ് ആണോ, അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ക്യാമ്പയിൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻഡ് രണ്ടാമത് വരുന്ന കാര്യം റൈറ്റ് ഫിറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ ബ്യൂട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ടൻസി പോയിട്ട് അവരോട് കൊളാബറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വല്ല കാര്യമൊന്നുമില്ല. സോ നിങ്ങളെപ്പോഴും നിങ്ങളെ ബ്രാൻഡ് എന്താണ്, ഏത് രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് രീതിയിലുള്ള ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർ സക്സസ് എന്നുള്ളതാണ്. സോ ഈ സെലക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റീച്ച്, എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസൈറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങണം. എന്നിട്ട് മെഷർ ചെയ്യണം. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഏജ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇത് കാണേണ്ടത്, ഏത് ഏജ് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇത് കാണേണ്ടതെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്. സോ വെൻ യു ചൂസിങ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കുറച്ച് ചാലഞ്ചസും കൺസിഡറേഷനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ആയിട്ടുള്ളത് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി ആണ്. എപ്പോഴും ചൂസ് ചെയ്യുമ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയൻസ് ആയിട്ട് ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ആളെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം, എന്നാലേ അതിൽ കാര്യമുള്ളൂ.
ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ROI ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ഒരു സ്പെസിഫിക് എമൗണ്ട് നിങ്ങളുടെ ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്യുമ്പം നിങ്ങൾക്കതൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമോ, അത് അല്ലെങ്കിൽ ആ ഒരു മെഷറൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ. സോ ഈ ഒരു 3 ചാലഞ്ചസും മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ഹൈലി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ AI ജനറേറ്റഡ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വെർച്വൽ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ കമ്മ്യൂണിറ്റീസിനെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ നമുക്കിനി ഒരു കൺക്ലൂഷനിലേക്ക് വരാം. സോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പവർഫുൾ വേ ടു എൻഗേജ് വിത്ത് ഓഡിയൻസ്, അതായത് നിങ്ങളെ ബ്രാൻഡോ അല്ലെങ്കിൽ കമ്പനിയോ എല്ലാം പെട്ടെന്ന് തന്നെ ഹൈലി എൻഗേജ്ഡ് ആക്കാനും ഹൈലി നമ്മുടെ മാർക്കറ്റിലേക്ക് നല്ലൊരു രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മാർക്കറ്റിംഗ് തന്നെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യുക, നിങ്ങളുടെ ബ്രാൻഡിന് ഫിറ്റായിട്ടുള്ള ആളുകളെ തന്നെ ചൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രോ, ലൈക്ക് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.